11th സ്റ്റാൻഡേർഡിന്റെ ബിസിനസ് സ്റ്റഡീസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഫിനാൻസിന്റെ ഭാഗത്ത് അല്ലെ, സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസിൽ നമ്മൾ 10ഓളം സോഴ്സുകളെ കുറിച്ച് പഠിച്ചിട്ട് ഏറ്റവും അവസാനമായിട്ടൊരു ടോപ്പിക് പഠിക്കുന്നുണ്ട്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. ഇതിൽ ഏത് സോഴ്സ് നമ്മൾ ചൂസ് ചെയ്യണം, അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ള ചോദ്യങ്ങൾ. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു 9ഓളം ഫാക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. മിനിമം ഒരു 8 എണ്ണം അല്ലെങ്കിൽ ഒരു 6 എണ്ണം നിങ്ങൾ പഠിച്ചിരിക്കണം. എസ് എ ക്വസ്റ്റ്യനിലേക്ക് 8 മാർക്കിന് ചോദ്യം വന്നിട്ട് 5 മാർക്ക് 4 മാർക്ക് ക്വസ്റ്റ്യൻ സാധ്യതയുള്ളതാണ്. ഒന്ന് കോസ്റ്റ് ആണ്. ഏത് സോഴ്സ് സെലക്ട് ചെയ്യുമ്പോഴും ഏറ്റവും കോസ്റ്റ് കുറഞ്ഞത് സെലക്ട് ചെയ്യണം. ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി, നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്താണ് എന്ന് ആലോചിച്ചിട്ട് വേണം സോഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോം ഓഫ് ബിസിനസ് ആൻഡ് ലീഗൽ സ്റ്റഡീസ്, ഏത് തരം കമ്പനിയാണ് നമ്മൾ എന്ന് നോക്കിയിട്ട് വേണം സോഴ്സ് ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പർപ്പസ് ഓഫ് ദി ഫണ്ട് ആൻഡ് ടൈം പീരീഡ്, എത്ര പണം നമുക്ക് ആവശ്യമുണ്ട്, എത്ര കാലത്തേക്കാണ് പണം ആവശ്യമെന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. റിസ്ക് പ്രൊഫൈൽ നോക്കണം, നഷ്ടസാധ്യത നമ്മൾ നോക്കണം, കൺട്രോൾ നോക്കണം, അതേപോലെ തന്നെ എഫക്റ്റ് ഓൺ ക്രെഡിറ്റ് വർത്തിൻസ്. നമുക്ക് എല്ലായ്പ്പോഴും ലോൺ കിട്ടണം എന്നൊന്നുമില്ല, അപ്പോൾ നമ്മൾ നമ്മുടെ ക്രെഡിറ്റ് വർത്തിൻസ് ചെക്ക് ചെയ്യണം. ഫ്ലെക്സിബിലിറ്റി എൻഎസിലെ പേയ്മെൻറ്റിലൊക്കെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പേയ്മെൻറ്റ് ഓപ്ഷൻ ഏതാണെന്ന് നോക്കണം. ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്ന സോഴ്സ് ഏതാണ് എന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസിലെ ഏത് സോഴ്സ് സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഹാപ്പി എക്സാം. താങ്ക് യു.